വിനി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ന്യൂകാസൽ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ മതിയാവും. നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്താൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ യാത്രകൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ നല്ല നല്ല ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഹെലികോപ്റ്റർ റൈഡ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ ന്യൂകാസിലുള്ള ഒരു കൈരളി സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു കടയിലേക്കാണ്. ആ കടയിലെ ചേട്ടൻ ഞങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഒക്കെ. അപ്പം ചേട്ടനെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം ന്യൂകാസിൽ സിറ്റിയിലാണ് ചേട്ടൻ്റെ കട. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കൈരളി ഏഷ്യൻ ഗ്രോസറീസ്, അതാണ് ചേട്ടൻ്റെ കടയുടെ പേര്. പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു കട, ഇപ്പം വേറെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. കൈരളി ഓപ്പൺ ആണ്, നമുക്ക് കയറി നോക്കാം. ഇത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ് നമ്മളെ സാധനങ്ങളൊക്കെ കാണുമ്പം. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നല്ല കടയാണ്, എല്ലാം നല്ല വൃത്തിയിൽ ഭംഗിയായി വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ പുട്ടുപൊടി, എന്താ പറയണ്ട, ഇല്ലാത്ത ഒന്നുമില്ല എന്ന് പറയാം. നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ നമ്മൾ ഈ ഓസ്ട്രേലിയയിലാകുമ്പം റീജിയണൽ ഏരിയാസിലൊക്കെ നിൽക്കുന്നവർക്ക് എല്ലാ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ടൗണിലൊക്കെ വരുമ്പോൾ അവല്, മയിലിൻ്റെയൊക്കെ അവല് എല്ലാം ഉണ്ട്. അപ്പം നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നത്. അപ്പം ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ അരിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ കപ്പയുണ്ട്, ചേനയുണ്ട്, പൊറോട്ടയുണ്ട്, എല്ലാം നമുക്ക്. നെല്ലിക്ക, ഗൂസ്ബെറി, കയ്പ, ചേന, എല്ലാം നമുക്ക്. സ്നേക്ക് ഗോഡ്, അതാണ് പടവലങ്ങയാന്ന് തോന്നുന്നത്. അതെ, അങ്ങനെ നമുക്ക് എല്ലാം, തേങ്ങാക്കൊത്ത് എല്ലാം നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസും കിട്ടും. പിന്നെ നമ്മുടെ വട, ഇഡ്ഡലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കപ്പ. ഇപ്പം ഇവിടുന്ന് ഇപ്പം നിങ്ങൾ ന്യൂകാസിൽ വരുവാണെങ്കിൽ ചേട്ടൻ്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങി ചേട്ടനെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഉള്ളൊരു കടയാണ്. കണ്ട അരിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അരി എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് അരിയും ഉണ്ട്. കാണുന്ന ഇത് നമ്മളെ ഈ സ്റ്റോറിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ നമ്മളെ ഒരുപാട് ആത്മബന്ധമുള്ള ഒരു കട ഇതല്ല ഇവര് ആദ്യത്തെ കട. അപ്പൊ നമ്മളെ റെസ്റ്റോറന്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സാധനങ്ങൾ മൊത്തം വന്ന് ഇറക്കി തന്ന് സഹായിച്ച നമ്മളെ റോയ് പുള്ളിക്കാരൻ ഇപ്പം കുറച്ചുകൂടി നന്നായി നല്ല സൗകര്യത്തിലേക്ക് മാറി. വളരെ സന്തോഷം. ഇതൊരു കിച്ചൺ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ആണോ? അപ്പൊ ഇത് എവിടെയാ ചേട്ടാ ഇതിന്റെ ഒരു കറക്റ്റ് അഡ്രസ്? 69 നെൽസൺ സ്ട്രീറ്റ്. ഓക്കെ. അപ്പൊ ആരെങ്കിലും ന്യൂകാസിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുക, ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അതെ, അപ്പൊ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. തൃശ്ശൂരല്ലേ നാട്ടില്? നമ്മള് പരിചയക്കാരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. എത്ര വർഷം ഏകദേശം കട? 5 വർഷമായി. നന്നായിട്ട്. ഓക്കെ. ഫാമിലി എല്ലാം നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ട നാട്ടിലെ ഇഡ്ഡലി കുക്കറും അതെല്ലാം ഉണ്ട് നമുക്ക്. നാട്ടിലുള്ള പോലെ തന്നെ എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെയർ ഓയിലും അരിയും, നമ്മുടെ കണ്ടോ സാറാസിൻ്റെ ഡബിൾ ഹോസ് എല്ലാം ഉണ്ട്. ഇപ്പം ന്യൂകാസിലല്ല, ഇപ്പം ആരെങ്കിലും ന്യൂകാസിൽ വരുവാണെങ്കിൽ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുക, സപ്പോർട്ട് ചെയ്യുക. അച്ചാറിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്, സൂപ്പറാണ്. ഇപ്പം നാട്ടിലുള്ളവർ വിചാരിക്കും ഇപ്പം ഞങ്ങൾക്ക് എന്താ ഈ കട കാണുമ്പോൾ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന്. അത് പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക
ഞങ്ങൾ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് അകലെയാണ്. നമുക്ക് കടയുണ്ട്, എന്നാലും എല്ലാ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പം ന്യൂകാസിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് സബ്സ്ക്രൈബർ കാണാൻ വന്നാണ്. ആദ്യമായിട്ട് ന്യൂകാസിൽ വന്ന് ചെയ്ത ഫസ്റ്റ് എവിടെയും കറങ്ങാൻ വന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വന്നത് നമ്മളെ റോയിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം വളരെ സന്തോഷം കണ്ടതിന്. ഡബോലി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം വൈൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ തരുന്ന സ്ഥലങ്ങളാണ്. മുന്തിരി തോട്ടങ്ങൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഈ പ്ലേസ് കാണുമ്പോൾ നമുക്ക് നമ്മൾ മൂന്നാറിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. മലകൾ അപ്പ് ആൻഡ് ഡൗൺ, അത്ര ഹൈറ്റ് അല്ല, എന്നാലും ഇങ്ങനെ മലകൾ കയറി ഇറങ്ങി ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു മൂന്നാറിൻ്റെ ഫീലിംഗ് ആണ്. പക്ഷെ അത് വേറെ, ഇത് വേറെയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പീറ്റേഴ്സൺ ഹൗസ് പ്രീമിയം സ്പാർക്ലിംഗ് വൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് എത്തിയത്. നമുക്കിവിടെ പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും റോസ് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച ഒരു പ്ലേസ് ആണ്. അവിടെ കുറേ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. എന്തായിരിക്കും സംഭവം എന്നൊന്ന് നമുക്ക് പോയി നോക്കാം. അവിടെ ദൂരെ ഒരു ചെറിയ ചാപ്പൽ കാണാം. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പോയപ്പോഴാണ് അവിടെ 2 ലിമോസിൻ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ന്യൂകാസിൽ പീറ്റേഴ്സൺ വൈനറിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ല സൂപ്പർ സ്ഥലം, നല്ല കാലാവസ്ഥ. അങ്ങനെ നമ്മൾ ഒരു എക്സൈറ്റഡ് മൂഡിലാണ് ഉള്ളത് അല്ലേ? വരൂ പോകാം. അപ്പം ലിമോസിൻ കണ്ടപ്പം വെരി എക്സൈറ്റഡ് ആയി. അപ്പം അവരുടെ കാറിൻ്റെ ഓണറിനോട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കുവാണ്. അപ്പം മാളുവിനോട് ഞങ്ങൾ പറയുവാണ് മാളുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കുക, ഇതാണ് ഗിഫ്റ്റ് എന്നൊക്കെ അവളെ ചുമ്മാ തമാശ പറയുവാണ്. അപ്പം ലിമോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ആഡംബര കാറാണ്. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഗാർഡനിലൂടെ നടക്കുവാണ്. കുറേ പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹണ്ടർ വാലി ചോക്ലേറ്റ് ഇവിടെയുള്ള ഒരു ചെറിയ സ്ഥലമാണ്, അത് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഉണ്ടാക്കുന്നത് കാണാനൊന്നും പറ്റത്തില്ല, കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് വളരെ ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ഇവർ കടത്തുന്നുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഗോൾഫ് ബോള് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ചോക്ലേറ്റ്. അങ്ങനെ പലതരം ചോക്ലേറ്റുകൾ എനിക്കിവിടെ കാണാം. കുട്ടികൾ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വാങ്ങി തരണം എന്ന് പറയും. ആളും എന്തോ ഒന്ന് നോക്കുന്നുണ്ട്. പല ടൈപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന ലോക്കൽ ചോക്ലേറ്റാണ്. നമുക്ക് കടയിലൊന്നും ഇത് വാങ്ങാൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്രൊഡക്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പം പിന്നെ ഇതൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ബിസിനസ് ആയിരിക്കും. അപ്പം ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കണ്ട് പല ടൈപ്പിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പല കളറ് ഉണ്ട്. നാട്ടിലുള്ള മിഠായി പോലെയൊക്കെ ഉണ്ട് ചോക്ലേറ്റ്. പിന്നെ ഇപ്പോൾ വച്ചിരിക്കുന്നത് ചോക്ലേറ്റ് ഫോണ്ട് സ്ട്രോബെറീസ്, മാഷ്മെലോസ് ഓൾ അങ്ങനെ. അപ്പം നമുക്ക് വാങ്ങാതെ പിന്നെ ഹണി, ലോക്കൽ ഹണി, കുറേ പ്രോഡക്ട്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മെയ്ഡ് എന്തൊക്കെയോ വൈൽഡ് ഹൈബിസ്കസ് ഫ്ലവേഴ്സ്. അപ്പം വൈൽഡ് ചെമ്പരത്തിയുടെ ഒരു സിറപ്പാണ്. ഇതെല്ലാം ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ടാണ്.
51 വയസ്സായിട്ട് ഇപ്പോൾ ഞാൻ ഊരിക്കൊടുക്കും. ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഗാർഡൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അത് വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ റോസസൊക്കെ ഒരു ഭയങ്കര വലുപ്പമാണ്. പിന്നെ കളറ് നല്ല റെഡ്, പിങ്ക്, ഓറഞ്ച്, പിങ്കിൻ്റെ തന്നെ പല ടൈപ്പ് ഇതൊക്കെ കണ്ടപ്പം ശരിക്കും സന്തോഷമാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുക, വീട്ടിൽ പോവുക, ഇങ്ങനെ ഒരു ലൈഫാണ് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു നല്ല ഉന്മേഷം വരുന്നത്. ഇന്നത്തെ യാത്ര കിയ കാർണിവലിലാണ്. സൂപ്പർ വണ്ടിയാണ്. സെൽഫി വിത്ത് കിയ. ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് കണ്ട് കുറേ ആൾക്കാരിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവർ ഓരോ വൈൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും നടന്ന് പോയി കണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മെക്വിഗൻ വൈൻസ്. അപ്പോൾ അവിടെ ഞങ്ങൾ പണ്ട് 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പം അഗൈൻ ആൻഡ് നോബിൾ ഇവരൊക്കെ ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ അവരെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം, പിന്നെ വൈൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോവുകയും ചെയ്യാം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കുറേ നല്ല തിരക്കുണ്ട്. കോവിഡ് റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ആൾക്കാരെ ഇവർ ബുക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പം വന്നോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നേരത്തെ വേറൊരു സ്ഥലങ്ങളിലൊക്കെ നോക്കിയപ്പം ബുക്കിംഗ് തീർന്നു പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വൈൻ ബാരൽ കണ്ടോ, 2 എണ്ണം വലിയത്. മെക്വിഗൻ വൈൻസ് ഇൻ്റർനാഷണൽ വൈൻ മേക്കർ ഓഫ് ദി ഇയർ, അങ്ങനെ പല വൈൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. വൈൻ ടേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. അടിപൊളിയായിട്ട് എല്ലാവരും വൈൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ ടൈപ്പ് വൈനും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതൊരു കുറച്ചേ കിട്ടുള്ളൂ. അവരോട് നമ്മൾ പറയണം ഏതൊക്കെയാണ് എന്നുള്ളത്. വെച്ചാൽ നമുക്ക് വൈൻ കുടിക്കാത്തതുകൊണ്ട് ഏതാണെന്നൊന്നും അറിയില്ല. എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു, എന്താണോ അതിൻ്റെ ഒരു ഇതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓരോ വൈനെല്ലാം ഭയങ്കര ചമർപ്പും പുളിയും ഒക്കെ ആയിരുന്നു. ഇത് റെഡ് വൈന് വലിയ കുഴപ്പമില്ല, കുറച്ച് മധുരമൊക്കെ ഉണ്ട്. കുറേ ടൈപ്പ് വൈനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് ആ വൈൻ എപ്പോഴാണ് ഉണ്ടാക്കിയത്, ആരാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ ഇവർ പറഞ്ഞു തരും. പിന്നെ പണ്ടൊക്കെ വൈൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പം കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് വൈൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. കണ്ടോ, ഇഷ്ടംപോലെ ഇതൊക്കെ ലോക്കലി മെയ്ഡ് വൈൻസ് ആണ്. നല്ല ബ്യൂട്ടിഫുള്ളായ മുന്തിരി തോട്ടം. ഇത് നമ്മളെ നാട്ടിലെ പോലെ വലിയ ഇങ്ങനെ പന്തലായിട്ട് അല്ല ഉള്ളത്. ഇതിങ്ങനെ കുറ്റിമുന്തിരികളാണ്. അത് നല്ല ഭംഗി. ഇപ്പം നമ്മൾ ഓഡ്രി വിൽക്കിൻസൺ എന്ന് പറയുന്ന ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്, കുറേ നാളായി വന്നിട്ട്. നല്ല ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളിങ്ങനെ നോക്കുമ്പം മലനിരകളും ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഏകദേശം ആ സ്ഥലത്ത് എത്താനായി. എത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ചെറിയ ബിൽഡിങ്ങുകളെല്ലാം കാണാം. ഇതൊരു മലയുടെ മുകളിലാണുള്ളത്. അത് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസം. കണ്ടോ, വൈനല്ല മുന്തിരികളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് കുറേ ദൂരം വരെ ഉണ്ട്. സൂപ്പർ സ്ഥലമാണ് ഇത്. നമ്മളിനി കുറച്ച് നാൾ കഴിയുമ്പോൾ വന്നാൽ
അത് മുന്തിരികളായിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മുന്തിരികൾ ആയി വരുന്നുണ്ട്. അതാണ് കമ്പനി. ഇവിടെ ആൾക്കാരെ അലൗ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് ഏകദേശം ഈ വൈനറി കാണാൻ വന്ന ഒരു അവസ്ഥയ്ക്ക് നമുക്കിവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ബുക്കിംഗ് ആവശ്യമായിരുന്നു. കുറച്ച് ആൾക്കാരെ ഇവർ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വൈൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്കൂടി നടക്കുവാണ്. കണ്ടോ, വൈൻ ബാരൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ പണ്ട് വന്നപ്പം ഇഷ്ടംപോലെ നല്ല ടേസ്റ്റുള്ള വൈൻ ഇവിടുന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും വരുമ്പം നമുക്ക് കാണാം. ഇവിടെ നല്ല ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വെഡ്ഡിങ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലൂടെയൊക്കെ നടന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ റിലാക്സ് ആവുന്നത്. വെറുതെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ട് നല്ല മലനിരകളാണ്. താഴേക്ക് നോക്കുമ്പം ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണുന്നത്. ചെടിയൊക്കെ ഇങ്ങനെ നല്ല വെട്ടി കറക്റ്റായിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടുപോയപ്പോഴാണ് ഇവിടെ ഒരു ലിമോസിൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം ഒരു പാർട്ടി നടത്താൻ പറ്റിയ സ്ഥലമുണ്ട്. അതിനകത്ത് പാർട്ടി നടത്തുന്നത് തന്നെയാണ്. ഇത് ലക്ഷറി കാറാണ്. ഈ കണ്ടോ, എത്രയോ നീളമുണ്ട്. അതിൻ്റെ സീറ്റൊക്കെ സൈഡിലുണ്ട്, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ബാക്കിലുണ്ട്. ഇതിനകത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ചായ കുടിക്കാം, ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ യാത്ര നടത്താം. ഇവിടെ റെൻ്റ് കാറായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് യാത്ര പോകാം. ഇനിയൊരു പ്രാവശ്യം വരുമ്പം ഇതിനകത്തൊന്ന് കയറിയിട്ട് തന്നെ കാര്യം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാണ്. നല്ല ഭംഗി. നമ്മളെ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇവർ. ഞാനിവിടെ ഈ മുന്തിരിത്തോട്ടം കാണാൻ പോകുന്നതാണ്. അതേ നമ്മളെ കാർ അങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ വരട്ടെ, ഞാൻ ഇവിടുന്ന് കയറാം. അത്ര നേരം എനിക്ക് മുന്തിരിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാമല്ലോ. അതെ, കാറിപ്പം നിർത്തി എന്നെ കയറ്റാണ്ട് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം മുന്തിരിയുടെ ചെറിയ കൊലകൾ കണ്ടോ, ഇതാണ് മുന്തിരി ആയി വരിക. കണ്ടോ, മുന്തിരിയുടെ കുഞ്ഞു കൊലകളാണ്. ഏകദേശം ഓക്കെ. എന്നാൽ ഞാൻ കാറിൽ കയറട്ടെ. അപ്പം കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും കരുതുന്നു. അപ്പം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് കോവിഡിൻ്റെ ഇവിടെ അധികം കേസസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ കേസൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഭാഗങ്ങളിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പം പോകുമ്പോൾ തന്നെ മാക്സിമം എല്ലാ കോവിഡ് സേഫ്റ്റി പ്രിക്കോഷൻസും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടു കാണും, ഇവരും അഡ്മിഷനൊക്കെ ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും. ഞങ്ങളൊരു വൈൻ ടേസ്റ്റിങ്ങിന് പോയ സമയത്ത്, വയനാട് പോയ സമയത്ത് നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടിയിരുന്നില്ല. കാരണം അവിടുത്തെ ആ ദിവസത്തെ എല്ലാ ടിക്കറ്റും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. അവിടെ ടിക്കറ്റ് അല്ല, ഉള്ളിലേക്ക് ഫ്രീ എൻട്രി ആണ്. എൻട്രി ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പോയിരുന്നു. അപ്പം നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ സമയങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സമ്മാനത്തിന്റെ. അപ്പം കാര്യമായിട്ട് പറയാൻ വന്നതായിരുന്നു, അത് കിട്ടിയ സാരല്ല പറയാല്ലേ, ഇപ്പം പറയാലോ. അപ്പം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 5 പാർട്ടായിട്ടാണ് ന്യൂകാസിൽ ട്രിപ്പ് ഇടുന്നത്. അപ്പം ഓരോ പാർട്ടിനും 1000 റുപ്പീസ് വെച്ച് ടോട്ടൽ സമ്മാനത്തുക 5000 ഇന്ത്യൻ റുപ്പീസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു കമന്റ് ഇടുക. ആ കമന്റിന് മാക്സിമം ലൈക്ക് കിട്ടുന്നവരെ ആയിരിക്കും വിജയികളായി പ്രഖ്യാപിക്കുക. അതുപോലെ ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസം മുതൽ 2 ആഴ്ചയാണ് ഇതിന്റെ ടൈം പീരീഡ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വരുന്ന ദിവസം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.